അതിലേക്കാണ് ഡോക്ടർ ഞാൻ വരുന്നത്. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട് ഡോക്ടർ. അയാൾക്കും എന്നെ ഇഷ്ടോ. രാജു എന്നാണ് ആളുടെ പേര്. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഇഷ്ടത്തില. അമ്മയ്ക്കും രാജുവിന് ഭയങ്കര ഇഷ്ടോ. പക്ഷേ എന്റെ അച്ഛന് ഇഷ്ടമല്ല. അതിനൊരു കാരണമുണ്ട് ഡോക്ടർ. ഒരു 7 വർഷമായിട്ട് രാജുവും ഫാമിലിയും ഞങ്ങളുടെ ഒരു വീട്ടിലാ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നതിനിടെ എപ്പോഴും ആരും അറിയാതെ എന്റെ ബ്രദറും രാജുവിന്റെ സിസ്റ്ററും തമ്മില് ഇഷ്ടത്തിലായി. ഞങ്ങളത് അറിഞ്ഞു വന്നപ്പോഴേക്കും അവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അച്ഛന് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്റെ ബ്രദറിന്റെ വിവാഹത്തെക്കുറിച്ച്. പക്ഷേ അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവര് രണ്ടുപേരും ചേർന്ന് ഇല്ലാതാക്കി. അതോടെ അച്ഛൻ അവരോട് തീരാത്ത വൈരാഗ്യമായി. രാജുവിനെയും ഫാമിലിയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊക്കെ നോക്കി. അവസാനം പാർട്ടിക്കാരൊക്കെ ഇടപെട്ടിട്ടാ ആ തീരുമാനത്തിൽ നിന്ന് അച്ഛനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അച്ഛൻ നല്ല വാശിയിലായിരുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് അതേ കുടുംബത്തിലേക്ക് എന്റെ മകളെ കൊടുക്കില്ല എന്നുള്ള വാശിയില ഇപ്പൊ അച്ഛൻ. അത് മാത്രമല്ല, അച്ഛനിപ്പോ എനിക്ക് വേറെ വിവാഹാലോചനകൾ നോക്കുന്നുണ്ട്. അച്ഛനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്നെ കൊണ്ടാവുന്ന എല്ലാ വഴികളും ഞാൻ നോക്കി ഡോക്ടർ. പക്ഷേ അതിലൊന്നും വിജയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോ ഇതാ എന്റെ അവസാനത്തെ പ്രതീക്ഷ. അമ്മയാ പറഞ്ഞത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാ അമ്മ പറയുന്നത് എന്തും അച്ഛൻ കേൾക്കുമെന്ന്. ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടാ ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഡോക്ടർ ഞങ്ങളെ സഹായിക്കണം. ഡോക്ടർ കൂടി എന്നെ കൈവിട്ട എന്റെ മുന്നില് മരണം മാത്രമേ ഉള്ളൂ. രാജുവിനെ എനിക്ക് കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഡോക്ടർ. കുട്ടി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാ കുട്ടി ഇതൊക്കെ ചെയ്യുന്നത്? ഞാനൊരു ഡോക്ടറല്ലേ. ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു എത്തിക്സ് വേണ്ടേ? ഇതൊക്കെ മെഡിക്കൽ എത്തിക്സിന് എതിരാണ്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ഡോക്ടർ. എന്റെ ഈ ജീവിതത്തില് ഡോക്ടർക്കല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. വെറുതെ വേണ്ട. ഡോക്ടർ പറയുന്ന ഈ കള്ളത്തിന്